അത് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ എല്ലാവരോടും ഞാൻ ആദ്യം മുതൽ അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഒരു ധാരണ ഉള്ളതുകൊണ്ടാണല്ലോ ഈ സംസാരം വരുന്നത്. അല്ല, സംസാരം വരത്തില്ലല്ലോ. ഇത് പവാർജിയുടെ തീരുമാനമാണ്. പിന്നെ എന്തുകൊണ്ട് ധാരണ പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് വിഷയം. എന്തായിരുന്നാലും പവാർജിയെ കാണട്ടെ, അദ്ദേഹം ഒരു അന്തിമ തീരുമാനം ഇന്നെടുക്കുമെന്നാണ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ വർക്കിംഗ് പ്രസിഡന്റുമായ PC ചാക്കോ സാർ പറഞ്ഞത്. ഇന്നിപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് അങ്ങനെയൊന്നും അതിനൊന്നും മറുപടി പറയാനൊക്കില്ല. അല്ല, ഒരു മര്യാദയ്ക്കുള്ള കോടി പറഞ്ഞിരുന്ന ജനം വിശ്വസിച്ചാണ്. 100 കോടി ആയതുകൊണ്ടാണ് പൊളിച്ചിരിപ്പ്. അല്ല, 1 കോടിയോ 2 കോടിയോ ഒക്കെ ആയിരുന്നെങ്കിൽ, അല്ല 10 കോടി വരെ ആണെങ്കിലും അനാസ്തിയുണ്ടെന്ന് പറയാം. 100 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു അവിശ്വസനീയമായിട്ടുള്ള ഡിക്ലറേഷൻ അല്ലേ. അപ്പം നമുക്കതിനൊക്കെ ഇതൊക്കെ ചോദിച്ച എന്നെ സംശയമാണ്. കാരണം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അല്ലെങ്കിൽ പാർട്ടിയിലെ ഒരുവിധം ആളുകളുടെ എല്ലാ നേതാക്കൾ പറയുന്നത് താങ്കളെ മന്ത്രിയാക്കണമെന്നുള്ളതാണ്. പക്ഷേ ശശീന്ദ്രൻ മാറും. അങ്ങനെ ശശീന്ദ്രൻ മാറുമെന്നല്ലേ പറഞ്ഞത്. അദ്ദേഹം മാറത്തില്ല എന്നൊന്നും പറഞ്ഞില്ല. പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അതെനിക്കറിയാം. അതിനാ പവാർജിയെ കാണാം. ഇവിടെ ഡൽഹിയിൽ പറഞ്ഞത് തൂങ്ങി നിൽക്കില്ല എന്നാണ് അദ്ദേഹം ശശീന്ദ്രൻ പറഞ്ഞത്. ഇപ്പോഴും ആ തൂങ്ങൽ അങ്ങനെ നടക്കുകയാണ്. എന്താണ് എന്റെ കാര്യം? ഒന്നും എനിക്കറിയില്ല. ഞാൻ ഒന്നാമത്തെ കാര്യം, നിങ്ങളെല്ലാം കൂടെ പറഞ്ഞ് എന്നെ കുഴപ്പത്തിലാക്കണ്ട. ഞാൻ പവാർജി ഒന്ന് കാണട്ടെ. എനിക്ക് നിരാശയില്ല. നിരാശപ്പെട്ടാൽ ജീവിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യാശയുള്ളൂ. അതെൻ്റെ കാരണം, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ. ഞാനൊരു രക്ഷിക്കപ്പെട്ട ദൈവവേദന. അതുകൊണ്ട് എനിക്ക് നിരാശയില്ല ജീവിതത്തിൽ. നടക്കുന്നതെല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. തീർച്ചയായും ഞങ്ങളുടെ ആരാധ്യനായ നേതാവിനെയല്ലേ കാണാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം പവാറിന്റെ ബർത്ത്ഡേക്ക് വന്നിരുന്നു. പവാറിനെ കൂടിക്കാഴ്ച അദ്ദേഹമായിട്ട് അദ്ദേഹം ജന്മദിന ആശംസകൾ നൽകിയിരുന്നു, ഉപഹാരങ്ങൾ നൽകിയിരുന്നു. ആ സമയത്തുള്ള വിളിപ്പിച്ചതാണോ ഈ കൂടിക്കാഴ്ച? അല്ലല്ല, അങ്ങനെയല്ല. പവാർജിയെ കാണാൻ വരുന്ന ബർത്ത്ഡേക്ക് ആദ്യമായിട്ടല്ല വരുന്നത്, മിക്കവാറും വരാറുണ്ട്. പിന്നെ അദ്ദേഹം 2 പേരെ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുകൂടി ആഹാരം കഴിക്കാൻ ക്ഷണിച്ചത് എന്നെയും PC ചാക്കോയും മാത്രമാണ്. ഞങ്ങൾ 2 പേരും ആ വിഷയത്തിനകത്ത് ഇവിടെ വന്നത്. അപ്പോൾ അങ്ങനെ വിളിച്ചെടുത്ത് വരാതിരിക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്ന് താമസിക്കുകയും അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയിൽ പങ്കെടുക്കുകയും ചെയ്തത്. കാരണം അത്രയും ആരാധ്യനായ ഒരു നേതാവാണ് അദ്ദേഹം. അപ്പോൾ അതിന് മറ്റുള്ള രീതികളിലേക്കുള്ളത് ഡൈവേർട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അദ്ദേഹം സമുന്നതനായ നേതാവല്ലേ. എൻസിപിയുടെ ദേശീയ നേതൃത്വം ഇവിടെ CPMന്റെ ദേശീയ നേതൃത്വവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അല്ലാതെ പ്രസിഡന്റ്, എനിക്കത് പറയാനുള്ള അവകാശമില്ല. ഞാൻ പവാർജിയെ കാണാൻ വന്നിരിക്കും. ഞാൻ അദ്ദേഹത്തെ ഇന്ന് വൈകിട്ട് കാണും. അതിനുശേഷം നിങ്ങളോട് ഞാൻ പറയാം ഞാൻ എൻ്റെ കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്നുള്ളത് ഡിക്ലെയർ ചെയ്യുക. അതിന് മുമ്പേ നിങ്ങളെല്ലാം കൂടെ പറഞ്ഞിട്ട് ഈ ഞങ്ങളുടെ നാട്ടിൽ ഉള്ള കഞ്ഞിയിലൂടെ പാറ്റായിട്ടിട്ട് കാര്യമില്ലല്ലോ. അല്ല, എനിക്കറിയില്ല. എൻ്റെ കൂടെ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു ഫ്ലൈറ്റ്. എനിക്കറിയില്ല അദ്ദേഹം ഉണ്ടോ. അദ്ദേഹം ഇന്ന് ഡൽഹി വരുന്നുണ്ടോ ഇല്ലെന്നും എനിക്കറിയില്ല. ചിലപ്പം വരുമായിരിക്കും. കാരണം അദ്ദേഹമാണല്ലോ ഇന്നലെ മീറ്റിങ്ങിൽ പറഞ്ഞത് 17-ാം തീയതി ഒരു തീരുമാനം ഉണ്ടാവും. എന്തായാലും ഇതിനൊരു അന്തിമം വേണമല്ലോ. സംസ്ഥാന അധ്യക്ഷൻ അന്നുണ്ടാക്കിയ ധാരണ ഇപ്പോഴും അതേപോലെ തന്നെ വേണമെന്ന നിലപാട് തന്നെയാണ് ഉള്ളത്. താങ്കളെ മന്ത്രിയാക്കി 2 വർഷം കഴിയുമ്പോൾ ആ നിലപാടാണ്. സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ PC ചാക്കോ സാറിനാണോ? അദ്ദേഹത്തിന് ആക്കണമെന്നുള്ളതാണല്ലോ. കാരണം പവാർജിയുടെ തീരുമാനമാണ്. അല്ലാതെ ഈ വിഷയം ഉണ്ടാകുമ്പോൾ ചാക്കോ സാറിൻ്റെ തീരുമാനമല്ല. പവാർജിയുടെ തീരുമാനം നടപ്പിലാക്കണമെന്നാണ് ചാക്കോ സാറും ഞാനും പറയുന്നത്. തീരുമാനം എടുക്കേണ്ടവരാണ് പവാർജിയാണ്. ഞാൻ തീരുമാനം എടുക്കട്ടെ, അതനുസരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമേ നമുക്കുള്ളത്. അങ്ങനെ എന്തിനാ പാവം ശശീന്ദ്രനെ കുഴപ്പത്തിലാക്കുന്നത്? അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ധാരണ ഉണ്ട്. ആ ധാരണ പാലിക്കണമെന്ന് തോമസ് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം മന്ത്രിസ്ഥാനം വേണോ വേണ്ടയോ? എൻ്റെ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായമില്ല. വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയേണ്ട കാര്യമല്ല മന്ത്രിസ്ഥാനം. പാർട്ടിയുടെ തീരുമാനം, ആ തീരുമാനം നടപ്പിലാക്കണം.
ഇപ്പം നമ്മൾ 1.5 വർഷം കൂടെ മന്ത്രിയായിരുന്ന ഏതാണ്ട് നേടിക്കളയാമെന്നുള്ള ധാരണയൊന്നുമില്ല. പാർട്ടിയുടെ തീരുമാനമാണ്, തീരുമാനം നടക്കും. ശശീന്ദ്രൻ തന്നെ തുടരാൻ തീരുമാനിച്ചാൽ അതിനെ അനുകൂലിക്കും. അതിനകത്ത് നമുക്ക് സംശയം കാര്യത്തിൽ പാർട്ടിയുടെ തീരുമാനമല്ലേ, ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനമല്ലേ, എന്തായിരുന്നാലും അനുകൂലമായ നിലപാടാണ്. എന്നാൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ കാര്യം, കൂടിക്കാഴ്ചയുടെ PC ചാക്കോ ഒപ്പം ഉണ്ടാവും. ചാക്കോ സാറിനോട് ചോദിക്കണം, ഞാനുണ്ട്.